So hey guys, welcome back to BB3. അപ്പോൾ ഗൈസ് നമ്മളിവിടെ ഉള്ളത് വലിയരിക്കൽ പാലത്തിലാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു ഏരിയ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്, ഈ ബ്രിഡ്ജ് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. ചിലപ്പോൾ നമ്മൾ അടുത്തുള്ള ലൈറ്റ് ഹൗസിൽ പോവും, പിന്നെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ കാണുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ മെയിൻലി ഈ പാലത്തിനെ കുറിച്ചായിരിക്കും. അപ്പോൾ വീഡിയോയിലോട്ട് നമ്മൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ പറ്റുന്ന അത്ര ഇൻഫോർമേറ്റീവ് ആക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട്. ആലപ്പുഴ ജില്ലയിലെ ആറാട്ടുപുഴ ഗ്രാമത്തെയും കൊല്ലം ജില്ലയിലെ ആലപ്പാട് ഗ്രാമത്തെയും ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് വഴിയരിക്കൽ പാലം അല്ലെങ്കിൽ അഴിക്കൽ പാലം. അപ്പോൾ ഗൈസ്, ഈ ബ്രിഡ്ജിൻ്റെ കൺസ്ട്രക്ഷൻ തുടങ്ങിയത് 2016 ഇനോഗ്രേഷൻ 11 മാർച്ച് 2022 ഇപ്പോൾ ഓൾമോസ്റ്റ് 3 years ആയിട്ടുണ്ട്. കൺസ്ട്രക്ഷൻ കോസ്റ്റ് എന്ന് പറയുമ്പോൾ 146.5 CR ആണ്. ഡിസൈനർ PK അരവിന്ദനാണ്. അപ്പോൾ ഗൈസ്, ഈ പാലം പണിയാൻ യൂസ് ചെയ്ത മെറ്റീരിയൽ കോൺക്രീറ്റ് സ്റ്റീൽ ബാറാണ്. ടോട്ടൽ ലെന്ത് വരുന്ന 1200 meters ആണ്. വിത്ത് വരുന്ന 13.2 meters ആണ്. ഹൈറ്റ് എന്ന് പറയുമ്പോൾ 36 meters ആണ് വരുന്നത്. അപ്പോൾ ഗൈസ്, ഈ അഴിക്കൽ പാലത്തിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറയുമ്പോൾ 29 years ആണ്. പക്ഷെ അതിനെക്കാട്ടി കൂടുതൽ ഈ പാലം നിൽക്കുന്നതായിരിക്കും ഗൈസ്. അതേപോലത്തെ മെറ്റീരിയൽസ് ആണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, നമ്മളിവിടെ ബ്രിഡ്ജിൽ വന്നതാണ്. നമ്മളിവിടെ എക്സ്പ്ലോർ ചെയ്യാൻ വന്നത്. എനിക്കറിയുന്ന എല്ലാം നിങ്ങളതിൽ പറയാം. പിന്നെ കുറേ നാളായി എന്നെ കണ്ടിട്ട്. ഇപ്പോൾ കണ്ടോ എന്നെ? ഞാൻ ഇച്ചിരി നാൾ പഠിക്കാനൊക്കെ പോയതായിരുന്നു. പിന്നെ റിസൾട്ട്സ് വന്നു, നല്ല മാർക്കായിരുന്നു. ബൈ ഗൈസ്, നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ ഗൈസ്, ഇവിടെ കായലും അവിടെ കടലുമാണ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ കായലും ഒരു സൈഡിൽ കടലുമാണ് വരുന്നത്. അപ്പോൾ നമ്മളിപ്പം നിൽക്കുന്നത് കായലിൻ്റെ സൈഡിലോട്ടാണ്. ഇനി കടലിൻ്റെ സൈഡിലോട്ട് പോകുമ്പോൾ ഞങ്ങൾ അവിടെ കാണിക്കുന്നതായിരിക്കും. ഇവിടെ രണ്ട് കടലും കായലും ഉള്ളതുകൊണ്ട് നല്ല കാറ്റാണ് ഗൈസ്. ഈ ബ്രിഡ്ജിൽ കൂടെ ചുമ്മാ നടന്നാൽ മതി. വെയിലില്ലാത്തപ്പോൾ വരണം നിങ്ങൾ. വൈകുന്നേരമൊക്കെയാണ് അതിൻ്റെ ടൈം വരേണ്ടത്. ഉച്ചക്കൊക്കെ വന്ന പൊരിഞ്ഞ വെയിലായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഇത് മോസ്റ്റ് പ്രോബബ്ലി കായംകുളം കായലാണെന്നാണ് പറയുന്നത്. പിന്നെ ആ സൈഡിലോട്ട് നോക്കുമ്പോൾ കടലാണ്. അപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ആ സൈഡിലോട്ട് പോകുമ്പോൾ കടൽ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇനി പാലം തുടങ്ങിയിട്ടില്ല, നമ്മൾ പാലത്തിലോട്ട് കയറാൻ പോകുന്നതേ ഉള്ളൂ. ഇപ്പോൾ വാങ്ങി. അപ്പോൾ ഗൈസ്, ഇപ്പോൾ കണ്ട ബോട്ട് കടലിൽ നിന്ന് കായലിലാണ്. കായലിൻ്റെ വ്യൂ കണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ വന്നു നമ്മുടെ ബോട്ട് കടലിൽ നിന്ന് ഇപ്പോൾ കായലിലോട്ട്. ഇത് ബ്രിഡ്ജല്ലേ, ഇപ്പോൾ ബ്രിഡ്ജിൻ്റെ അടി കൂടെ ഇങ്ങനെ എനിക്കൊന്ന് മീൻ പിടുത്തമൊക്കെ കഴിഞ്ഞ് അവർ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറേ ഉണ്ട് കേട്ടോ, കുറേ ഉണ്ട്. 1 2 ഒന്നൊന്നുമല്ല, കുറേ ഉണ്ട്. ഇപ്പം നമ്മൾ നിലവിൽ 2 കണ്ടെന്നേ ഉള്ളൂ. പക്ഷെ അന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ കുറേയൊക്കെ കൂട്ടി വെച്ചിരിക്കുന്നത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ ഗൈസ്, ഇതെല്ലാം കായലിൻ്റെ ഭാഗമാണ്. പിന്നെ ഇങ്ങോട്ട് കാണിക്കണം, ഇതെല്ലാം കടലിൻ്റെ ഭാഗമാണ്. കടലിൻ്റെ ഭാഗം ഞാൻ പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ കായലിൻ്റെ ഭാഗത്ത് നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞ വ്യൂ കിട്ടാത്ത, അതായത് നമ്മളിപ്പോൾ കടലിൻ്റെ ഭാഗത്തോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ മാക്സിമം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. അപ്പോൾ ഗൈസ്, നല്ല കാറ്റുണ്ട്. നമ്മൾ ശരിക്കും പറഞ്ഞ് ഇവിടെ വന്നപ്പോൾ 5 മണിയായി. അതുകൊണ്ട് പെട്ടെന്ന് താഴെ ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് ഈ ഫുൾ വ്യൂ കാണിച്ചു തരണം. അതാണ് എൻ്റെ ഇപ്പോഴത്തെ മെയിൻ ടാർഗറ്റ്. അപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാറ്റ് കാരണം മുടിയൊന്നും നേരെ നിൽക്കുന്നില്ല ഗൈസ്. സൈഡിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മളിത് അവിടെ കണ്ടത് അങ്ങോട്ട് നമ്മൾ പോയിട്ട്
ഈ ബ്രിഡ്ജിൻ്റെ ഈ സൈഡ് വ്യൂ നമ്മൾ എടുക്കുന്നതായിരിക്കും. അപ്പോൾ അതാ ഇവിടെ നിന്നിട്ട് നല്ലൊരു കാറ്റാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇവിടുത്തെ കാറ്റാണ് കാറ്റ്. ഞാൻ മുന്നിൽ കൊണ്ടത് പഠിപ്പിക്കാം ഗൈസ്. മുനു എന്ന് വന്ന് പാടിക്കാം. ആ ഗൈസ് നമ്മളെ മൂന്ന് ഇപ്പൊ പാടാൻ പോവാണ്. ഇവിടുത്തെ കാറ്റാണ് കാറ്റ്. ആ ഒരു വൈബിലാണ് ഞങ്ങളിപ്പോ നിൽക്കുന്നത്. ഇവിടെ ഉണ്ടടി അത്. ആ ഗൈസ് ആക്ച്വലി ഞങ്ങൾ ആലപ്പുഴ ബീച്ചിൽ പോയായിരുന്നു. അപ്പോൾ ഈ സ്പീഡ് ബോട്ടിൽ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു. ആ ക്ലിപ്പും കൂടെ ഞാൻ ഇവിടെ വീഡിയോയിൽ അവസാനത്തിൽ അല്ലെങ്കിൽ ഇപ്പോഴും ഞാൻ ഇടാം. നല്ല രസമായിരുന്നു ഗൈസ്. കടലിൻ്റെ സെൻറ്ററിലേക്കൊക്കെ പോയി നമ്മൾ എടുത്തായിരുന്നു. ഇനി നമ്മൾ പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കുക. അവിടെ ചെന്നിട്ട് നമ്മൾ വ്യൂ കാണിക്കുന്നത്. സോ ഗൈസ് ഇതാണ് നമ്മളെ അഴിക്കൽ ബീച്ച്. അങ്ങോട്ട് നോക്കുമ്പോൾ നമുക്ക് വഴിയഴിക്കൽ പാലം കാണാം, ദാറ്റ് ഇസ് ബ്രിഡ്ജ്. അത് കഴിഞ്ഞ് നമുക്ക് അങ്ങോട്ട് നോക്കുമ്പോൾ നമുക്ക് ലൈറ്റ് ഹൗസ് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ ഇങ്ങോട്ട് നോക്കുമ്പോൾ ഒരു വരിപ്പാത പോലെ നമുക്ക് സംഭവം ഉണ്ട്. ഇതാ അവിടെയാണ് നമ്മളെ ലൈറ്റ് ഹൗസ്. അപ്പം ഞാനിത് ഒന്നും കൂടെ പറയുന്നത് നിങ്ങളുടെ ക്ലാരിഫിക്കേഷൻ ആണ് കേട്ടോ. ഇത് നമുക്ക് ഒരു പാത പോലെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്നാൽ നമുക്ക് കറക്റ്റ് വ്യൂ നമുക്ക് അവിടുത്തെ സൈഡ് വ്യൂ ഞാൻ പറഞ്ഞ പോലെ കിട്ടും. പിന്നെ ഇങ്ങോട്ട് നോക്കുമ്പോൾ നമുക്ക് കടലാണ് കാണുന്നത്. ഇതെല്ലാം വരുന്നത് അഴിക്കൽ പാലത്താണ്. ഇവിടെ കൈസ് കണ്ടോ, ഒട്ടകമുണ്ട്, പിന്നെ ഡോങ്കിയുണ്ട്, പിന്നെ കുതിരയൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് ഓൾറെഡി റൈഡ്സ് ഉണ്ട്. അപ്പം മൂന്ന് പറയുന്നുണ്ട് കുതിരയിലോ വല്ലതും കയറണമെന്ന്. സോ നമ്മൾ ട്രൈ ചെയ്യുന്നതായിരിക്കും. നോക്കാം, നമുക്ക് ടൈം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇവിടെ കണ്ടോ ഈ പട്ടമൊക്കെ ആൾക്കാർ പറത്തിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്രമാത്രം കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. ഒരു വാല് പോലെ കാണുന്നുണ്ടോ ഗൈസ്? ഇവിടെ കുറേ പറത്തുന്നുണ്ടായിരുന്നു. ആ സൈഡിലൊക്കെ നോക്കുവാണെങ്കിൽ കാണാൻ പറ്റുന്നുണ്ട്. കുറേ പേര് പറത്തുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ നിങ്ങൾക്ക് ആ കാണാൻ പറ്റാത്തതായിരിക്കും. അഴിക്കൽ ബീച്ച്, പാലം അല്ലെങ്കിൽ ലൈറ്റ് ഹൗസ് ഇതെല്ലാം വരുന്നത് അഴിക്കൽ എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. സോ നമുക്കപ്പോൾ പോകാം. അപ്പോൾ ഗൈസ് ഞാൻ നേരത്തെ ബ്രിഡ്ജിൽ നിന്ന് പറഞ്ഞ കാര്യമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ആ ബോട്ടാണെങ്കിൽ കടലിൽ നിന്നും കായലിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വെച്ചിരിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, ഇവിടെ കടൽ അടിച്ച് കയറാതിരിക്കാനാണ് ഈ ഒരു സാധനം വെച്ചിരിക്കുന്നത്. നല്ല ഹൈറ്റിലാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഈ ഒരു എന്താ വരിപ്പാത എന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് ഈ കടലിൻ്റെ നടുക്കൂടെയാണ് സംഭവം സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇങ്ങനെയാണ്. അവിടുന്ന് ഇവിടം വരെ ഉണ്ട്. ഡെഡ് എൻഡ് ഞങ്ങൾ എത്താറായി. അപ്പോൾ ഗൈസ് നമ്മൾ ഡെഡ് എൻഡ് ആവാറായി. നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് നമ്മൾ നടന്നുകൊണ്ടിരുന്ന പാതയുടെ ഡെഡ് എൻഡായി. അവിടെ ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട് ഗൈസ്. അവിടെയാണ് നമ്മളെ ഡെഡ് എൻഡ് വരുന്നത്. അപ്പോൾ നമുക്ക് അവിടെ പോയി കുറച്ച് ഇരിക്കാം. പിന്നെ അതേ നിങ്ങളിപ്പോൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് വഴിയഴിക്കൽ പാലം കാണാം. നല്ല ക്ലിയർ വ്യൂ ആയിട്ട് നിങ്ങൾക്ക് കാണാം. എന്നുവെച്ചൊരു ഫുൾ എൻലാർജ്ഡ് ആയിട്ട് ഫുൾ വ്യൂ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്.
അപ്പോൾ ഗൈസ് നമ്മൾ കടലിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ കടലിൽ നല്ല മണ്ണിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അതാ നമ്മൾ നടക്കാം. കണ്ട ഗൈസ്, നല്ല തെളിഞ്ഞ മണ്ണാണ്. എനിക്കൊന്ന് ആലപ്പുഴ ബീച്ചിൽ ബ്ലാക്ക് സാൻഡാണ്, പക്ഷെ ഇവിടെ നല്ല വൈറ്റാണ്. കുഴപ്പമില്ല, നമുക്ക് പോവാം. ഇതാ അവിടെ സൺസെറ്റ് കാണാൻ പറ്റുന്നുണ്ട് ഗൈസ്, കാണാമോ? ഇന്ന് പക്ഷേ ക്ലൗഡ്സ് ഒക്കെ വന്ന് മൂടിയിരിക്കുവാണ്. അപ്പം നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. ഭയങ്കര പാട് ഗൈസ് നടക്കാൻ. അപ്പോൾ ഗൈസ് നമ്മൾ ഒട്ടകത്തിൽ കയറാൻ പോകും. അപ്പോൾ ഞാനും മുന്നും സ്റ്റാൻഡിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതെ, ആദ്യത്തെ ട്രൈ ആണ്, ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആദ്യത്തെ പ്രാവശ്യം. അത് രാജസ്ഥാനിലോ ദുബായിലോ ഒന്നും അല്ല, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമ്മളെ കേരളത്തിലാണ്. അപ്പോൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ട് പറയാം. Wonderful experience, guys. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ ഒട്ടകത്തിൽ കയറി. ഞാൻ വിയർത്തു ഗൈസ്. ഇത് പോകുമ്പോൾ ഇങ്ങനെ ആടിയാണ് പോകുന്നത്, അപ്പോൾ കുതിരയെ പോലെ അല്ല പോകുന്നത്. അപ്പോൾ കുറച്ച് റിസ്ക്കുള്ള പണിയാണ്. ശരിക്കും പറഞ്ഞാൽ പേടിയാണ്. നമ്മൾ ഒറ്റയ്ക്ക് വേണം, അല്ലെങ്കിൽ ഒരാൾ വേണം കൂട്ടത്തിൽ. അപ്പം ഞാനും എൻ്റെ മൂന്നുമായിട്ടാണ് പോയത്. കുഴപ്പമില്ലായിരുന്നു ഗൈസ്, കുഴപ്പമില്ലായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. യാ. അപ്പോൾ ഗൈസ് ഞങ്ങളങ്ങനെ വലിയരിക്കൽ പാലം കണ്ടു. പിന്നെ ഞങ്ങൾ അരിക്കൽ ബീച്ചിൽ പോയി. അങ്ങനെ ഒട്ടകത്തിൻ്റെ പുറത്ത് കയറി. ലൈറ്റ് ഹൗസിൽ മാത്രം പോകാൻ പറ്റിയില്ല ഗൈസ്. അടുത്ത പ്രാവശ്യം നമ്മൾ പോകുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ ഗൈസ്.